നമസ്കാരം. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ഒളിച്ചോട്ടം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഷഹല എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഒളിച്ചോട്ടം. അപ്പൊ ഈ ഒരു സംഭവത്തെ കുറിച്ചിട്ട് നമ്മൾ എല്ലാവരും ഈ ഒരു ഷഹലെ കുറ്റം പറയുന്നുണ്ടായിരുന്നു. അപ്പൊ കുറ്റം പറയുന്നതിന്റെ കാരണം എന്താണെന്ന് കൃത്യമായിട്ട് പലർക്കും അറിയില്ലായിരിക്കാം. അപ്പൊ ഈ ഒരു 3 മക്കൾ ബെൽ ഷോപ്പുകാരന്റെ കൂടെ ഒളിച്ചോടിയതിനാണ് ഇത്രയും കുറ്റപ്പെടുത്തലുകൾ തീർച്ചയായിട്ടും വന്നിട്ടുണ്ടായിരിക്കാം. 2014 കാലഘട്ടത്തിലാണ് ജെയ്സൺ ഈ ഒരു ഷഹല എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നത്. അതിനുശേഷം കുട്ടികളൊന്നും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഈ ഒരു സൗദി അറേബ്യയിൽ ഗൾഫ് രാജ്യത്ത് പ്രവാസിയായിട്ട് അദ്ദേഹം പോവുകയുണ്ടായത്. പോയി 2 വർഷമാണ്, 4 വർഷമല്ല കേട്ടോ, വെറും 2 വർഷമാണ്. അതിനുശേഷം കഴിഞ്ഞ മാസമാണ് നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് സന്തോഷത്തോടെ ഇരുന്നത്. ആ ഒരു സമയത്താണ് ഈ ഒരു സ്ത്രീ ഇയാളുടെ ഒപ്പം ഇറങ്ങിപ്പോകുന്ന ഒരു വാർത്തയും കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. ആ ഒരു നാട്ടുകാർക്ക് പോലും ഇവര് എവിടെ പോയെന്ന് പോലും അറിയത്തില്ല. ഇവരെവിടെ പോയി വീട്ടുകാർക്കും അറിയത്തില്ല, എവിടെ പോയെന്ന് മാത്രം അറിയത്തില്ല. പക്ഷേ ഷഹലയുടെ കുടുംബം പറയുന്നത് ഷഹലയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വായോ എന്നൊക്കെ ഉള്ള രീതിയിലാണ് അവിടെ പറയുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊക്കെ പറയുന്നാലും ഈ ഒരു 3 മക്കളുടെ അച്ഛനായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ അവിടെ പോയ ആ ഒരു മനസ്സ് ഒന്നും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇനി എത്രയൊക്കെ കാര്യങ്ങളും, അതും സ്വന്തം ഭർത്താവിനെ 2 വർഷത്തോളം കാലം ചതിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും. അത്രയ്ക്ക് നല്ല ഒരു വ്യക്തിയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്നിട്ടും ഇത്രയും സംഭവങ്ങൾ നടക്കുമ്പോഴും അദ്ദേഹം വരുന്നതിന് മുന്നേ ആയിട്ടും അദ്ദേഹത്തിനോട് നല്ല രീതിയിലാണ് സംസാരിച്ചിരുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും എന്താണ്, എന്റെ ഭാര്യയെ കാണാം, കുഞ്ഞിനെ കാണാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം വരുന്നത്. പക്ഷെ ഇത്തരത്തിലൊരു സംഭവം നടക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. അപ്പൊ ഇവരുടെ ഈ ഒരു ജെയ്സൺ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ചേച്ചിയുണ്ട്. ചേച്ചി ഈ ഒരു കുടുംബത്തിനകത്തേക്ക് നന്നായിട്ട് ഇടപെടുന്നുണ്ടായിരുന്നു. വെറുതെ കൊണ്ടല്ല, ജെയ്സൺ എന്ത് ചെയ്യണം, ജെയ്സൺ ആരെ സ്നേഹിക്കണം, ജെയ്സൺ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യം മൊത്തത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത് ജെയ്സന്റെ ചേച്ചിയാണ്. ജെയ്സൺ ചേച്ചി താമസിക്കുന്നത് ഇവർ താമസിക്കുന്നത് 2 മീറ്റർ അകലെ ഒരു കുടുംബമായിട്ടാണ് താമസിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ പ്രത്യേകിച്ച് ഈ ഒരു കാരണം കൊണ്ടാണ്, അതായത് ട്രീറ്റ്മെന്റിന്റെ ഒക്കെ കാശിന്റെ ഒക്കെ ഭയങ്കര ചെലവ് കൊണ്ടാണ് ഗൾഫിൽ പോകേണ്ട ഒരു അവസ്ഥ വന്നു എന്നൊക്കെയാണ് പറയുന്നത്. ജെയ്സന്റെ അച്ഛനാണെങ്കിൽ രണ്ടാമതൊരു കല്യാണം കഴിച്ച് പോവുകയുണ്ടായി. അപ്പോൾ മൊത്തത്തില് ഈ ഒരു കുടുംബത്തില് ഉമ്മയും പിന്നെ ഈ ഒരു ജെയ്സണും പിന്നെ ജെയ്സന്റെ ചേച്ചി, കൂടുതലും ഈ കാര്യങ്ങളിൽ ഇടപെടുന്ന ചേച്ചിയും ഒക്കെയാണ് ഈ മൊത്തത്തിലുള്ളത്. ജെയ്സന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ജെയ്സന്റെ സ്വഭാവം നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഒരു മദ്യപാനിയോ അങ്ങനെയുള്ള ഒരു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരാളും അല്ല എന്നാണ് അവിടുത്തെ പരിസരവാസികൾ തന്നെ പറയുന്നത്. അപ്പോൾ എന്നാൽ ഈ മൊബൈൽ ഷോപ്പുകാരന്റെ കൂടെ മാഫി അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്നുമില്ലെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ, 3 മക്കളുടെ അച്ഛനായ ആ ഒരു മനുഷ്യൻ എന്ത് കണ്ടിട്ടാണ് ഈ ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് പോയത്, ഇല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി എങ്ങനെയാണ് ഇയാളുടെ ഒപ്പം പോയിട്ടുണ്ടായിരിക്കുക. അതുപോലെ ജെയ്സൺ വരുന്നതിന് മുന്നേ ആയിട്ടും ജെയ്സനോട് നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു പെൺകുട്ടി സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് മുന്നേ ഇവരുടെ അവിഹിതം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ അവിഹിതം എന്ന് പറയുന്നത് മൊബൈൽ ഷോപ്പിൽ പോയി കാണുന്ന സമയത്തൊക്കെ ഇതുപോലെ അവിഹിതങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കേ, ഒരു കുഞ്ഞിനെയും കൂടിയാണ് ആ ഒരു കൊണ്ടുപോയേക്കുന്നത്. ഒന്നുമില്ലെങ്കിലും ആ ഒരു കുഞ്ഞിനെയും കൂടി ഇതിന്റെ ഇടയിൽ പിടിച്ചിട്ടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ആ ഒരു 3 മക്കളെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അയാൾക്ക് 3 മക്കളുണ്ടെങ്കിലും പ്രശ്നങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഇവിടെയും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ 3 മക്കളെയും ഒഴിവാക്കി, ഭാര്യ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ പോട്ടെ, ഭാര്യ ഇല്ല എന്ന് വിചാരിക്കട്ടെ. പക്ഷെ ഈ ഒരു 3 മക്കളെയും ഒഴിവാക്കിയിട്ട് അയാൾക്ക് പോകാനുള്ള മനസ്സൊന്ന് ആലോചിച്ച് നോക്കിയേ. അതേപോലെ തന്നെ തന്റെ ഭർത്താവിനെ ഒഴിവാക്കിയിട്ട് ഈ 3 മക്കളുള്ള ഒരുത്തന്റെ കൂടെ പോകാൻ എന്താണ് ഇനിയിപ്പോ അയാൾക്ക് സംശയിക്കും. കാരണം ഒരു ഷഹല എന്ന് പറയുന്ന പെൺകുട്ടിയെ കാണാനൊക്കെ നല്ല ചന്തമുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് ഷഹലയിന് വേറെ ആൾക്കാരോട് മിണ്ടിയാൽ, പ്രത്യേകിച്ച് ഈ ഒരു ഭർത്താവിനെക്കാട്ടിലും 4-5 വയസ്സിന് മുതിർന്ന ഒരാളാണ്. അപ്പൊ അയാൾക്ക് സ്വാഭാവികമായിട്ടും ആ ഒരു സ്വഭാവമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കാം. ഒരു 3 മക്കളെ ഉപയോഗിച്ച് പോയി ഒരുത്തന്റെ കൂടെ പോയി തന്റെ മകനെയും കൊണ്ടാണ് പോയിരിക്കുന്നത്. ഒന്നിനും പോയ സമയത്ത് ആ ഒരു കുട്ടിയെങ്കിലും ആ ഒരു ഉമ്മായെങ്കിലും ഏൽപ്പിച്ചിട്ട് പോവുക. കാരണം വെച്ചാല് ഈ കുട്ടിയുടെ ഭാവി കളയണം, ആ 3 കുട്ടികളുടെ ഭാവി കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് ഒക്കെ ആയിരുന്നു. എങ്ങനെ ജീവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. എന്ത് ധൈര്യത്തിലാണ് ഇവരുടെ കൂടെയൊക്കെ ഇറങ്ങി പോവുക, എന്ത് ധൈര്യത്തിലാണ് ഇവരുടെ കൂടെയൊക്കെ പോയി ജീവിക്കുക, അത് ഇപ്പോഴും മനസ്സിലാവാത്ത കാര്യം തന്നെ. ഈ ഷഹലയെ കാണാതായ സമയത്ത് എല്ലാ സ്ഥലങ്ങളും തരുന്നുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടെന്ന് പോലും നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ഒന്നും അറിയുന്നില്ല. മൊബൈൽ ഷോപ്പിൽ ഇവർ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, മൊബൈൽ ഷോപ്പിൽ വന്നിട്ട് ബന്ധങ്ങൾ കൂടാറുണ്ട് എന്നൊക്കെയുള്ള രീതിയിലാണ് ഇപ്പൊ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ആരും അറിയാത്തൊരു ഈ ബന്ധം ഇങ്ങനെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതും വല്ലാത്തൊരു കഴിവ് തന്നെ. അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാ സംഭവങ്ങളും ഉള്ള ഈ ഒരു കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള ഒരു ഒളിച്ചോട്ടം നമ്മൾ പ്രതീക്ഷിക്കാത്തത് തന്നെയാണ്. എന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ഒരു കുഞ്ഞിന്റെ അവസ്ഥ, ആ ഒരു കുഞ്ഞിനെ കൊണ്ടാണ് പോയിരിക്കുന്നത്. 7 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആൺകുഞ്ഞിനെ കൊണ്ട് അവർ പോയിരിക്കുകയാണ്. ഇവർക്ക് ഇനിയിപ്പം സംശയരോഗം വരും. ഈ ഒരു 3 മക്കളെ ഉപേക്ഷിച്ച് പോയ
മൊബൈൽ ഷോപ്പുകാരനായിട്ടുള്ള ആ ഒരു വ്യക്തിക്ക് ഇനി എന്തായാലും ഈ ഒരു ഷഹലയെ സംശയം കാണും. കാരണം ഒരു ഷഹല എന്ന് പറയുന്ന പെൺകുട്ടിയെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. പ്രത്യേകിച്ച് ഇനി തൊടുന്നതിനും തൊടാത്തതിനും ഒക്കെ കുറ്റമായിരിക്കും. അത് മാത്രമല്ല, ഈ ഒരു 3 മക്കൾ ഉപേക്ഷിച്ച് പോയ ഒരു വ്യക്തിയുടെ കൂടെ എന്ത് ധൈര്യത്തിലാണ് ആ ഒരു പെൺകുട്ടി കഴിയുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇനിയെങ്കിലും പ്രവാസിയായിട്ടുള്ള ആൾക്കാർ, പ്രവാസികൾ മാത്രമല്ല ഇവിടെയും ഉണ്ട് കുറെ ആൾക്കാർ. അപ്പൊ അവരോടൊക്കെ പറയാനുള്ള കാര്യം, ഈ അല്പസമയമെങ്കിലും ഭാര്യമാരോട് സംസാരിക്കാനുള്ള സാമാന്യ ബോധമെങ്കിലും കാണിക്കാം. ഇല്ലെങ്കിൽ അവർ നോക്കുമ്പം എനിക്ക് എവിടെയാണ് കെയറിങ്, എനിക്ക് എവിടെ കെയറിങ് കിട്ടുമോ അവിടെ അങ്ങോട്ട് ചായും, അത്രയേ ഉള്ളൂ. ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് ആൾക്കാർ വിചാരിക്കും, ഒരു നല്ല സുമുഖനായ സുന്ദരനായിട്ടുള്ള ഭർത്താവ്, നല്ല ജോലി ചെയ്യുന്ന നല്ല പണിയെടുക്കുന്ന ഒരു ഭർത്താവ്, അവനെ ഇട്ടിട്ട് ഈ ഒരു 3 മക്കളായ ഈ ഒരു വ്യക്തിയുടെ കൂടെ ഇറങ്ങി പോവാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മനസ്സ്, ഒരു വൃത്തിയായിട്ട് മനസ്സിനെ ആൾക്കാർ ചിന്തിക്കത്തുള്ളൂ. പക്ഷേ ഇതുപോലെ പ്രവാസികളായിട്ടുള്ള ആൾക്കാരാണെങ്കിലും അല്ലാത്ത ആൾക്കാരുണ്ട് കേട്ടോ. നാട്ടിൽ തന്നെ സ്വന്തം ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ ഭാര്യയോട് സംസാരിക്കാനോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കാനോ ഒക്കെ ഒരു മിനിറ്റ് പോലും, ഒരു സെക്കൻഡ് പോലും സമയം കണ്ടെത്താണ്ട് ജോലി ജോലി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഈ ഒരു സമൂഹത്തിലുണ്ട്. പ്രവാസികൾ മാത്രമല്ല പറയേണ്ടത്. അപ്പൊ അവരുടെ കുടുംബം നോക്കാൻ വേണ്ടി കഷ്ടപ്പെടാൻ വേണ്ടി അവിടെ പോകുന്നു. അതിനിടയ്ക്ക് ഇവർക്കൊരു ബന്ധം ഉണ്ടാവുന്നു. അപ്പൊ ഈ ഒരു ബന്ധം ആരും അറിയാണ്ട് കൊണ്ടുപോകുന്നു. ഈ ഒരു ഭർത്താവ് വരുന്നതിന്റെ തലേ ദിവസം തന്നെ ഒളിച്ചോടുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൽ നടന്നിരിക്കുന്നത്. അപ്പം കൂടുതൽ സ്ത്രീകളും എവിടെയാണ് കെയർ കിട്ടുന്നത് അവിടെ ചായും, അത്രയേ ഉള്ളൂ. അതിപ്പം 3 മക്കളുണ്ടോ ഇല്ലെങ്കിൽ ഇത്ര ആളുണ്ടോ എന്നൊന്നും ആരും ചിന്തിക്കത്തില്ല. പക്ഷെ ഇത് മഹാ അപരാധം എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഒന്നുമില്ലെങ്കിലും 3 മക്കൾ, ആ ഒരു ഭാര്യയുടെ കണ്ണുനീര്, ആ ഒരു 3 മക്കളുടെ നാണക്കേട്, അവര് അച്ചാന്ന് കൊണ്ട് നടക്കുന്ന ആ ഒരു സമയത്ത് അവരുടെ ഭർത്താവിനെ വേറൊരാൾ തട്ടിക്കൊണ്ട് പോവുക. ആരും കൂടി ഇടപെട്ട ആ ഒരു കുഞ്ഞിനെ ഈ ഒരു ജെയ്സന്റെ കയ്യിൽ ഏൽപ്പിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അദ്ദേഹമെങ്കിൽ ആ ഒരു കുഞ്ഞിനെ നന്നായിട്ട് നോക്കും. കാരണം ഇനി ഇവര് ആ ഒരു കുഞ്ഞിനെ തീർച്ചയായിട്ടും കൊണ്ടുപോയ സമയത്ത് ഇവന്റെ ആ ഒരു ഇഷ്ടം സ്നേഹമൊക്കെ കഴിയുന്ന ആ ഒരു സമയം ഉണ്ടാവുമല്ലോ. അതിനുശേഷം ആ ഒരു കുഞ്ഞിനെ ഇവൻ മിക്കവാറും നല്ല രീതിയിൽ ഉപദ്രവിക്കാൻ തുടങ്ങും. കാരണം 3 മക്കളോട് പോലും സ്നേഹമില്ലാത്ത ഇവൻ എങ്ങനെയാണ് ഈ ഒരു 7 വയസ്സായ കുഞ്ഞിനോട് സ്നേഹം കാണിക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇനിയെങ്കിലും ആ ഒരു കുഞ്ഞിനെ ഈ ഒരു ഭർത്താവിന്റെ കയ്യിൽ, അതായത് ജെയ്സന്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കാനുള്ള ഒരു നിയമം ഉണ്ടാവണം. കാരണം നേരത്തെ പോലെ നമ്മൾ രഞ്ജിനീഷിന്റെ കാര്യം കേട്ടിട്ടുണ്ടായിരുന്നു. അതേപോലത്തെ ഒരു അവസ്ഥ വരരുത്. ഈ ഒരു കുഞ്ഞിന്റെ ജീവിതം കൂടി ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരു മനുഷ്യന്റെ കൂടെയാണ് പോയിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കുഞ്ഞിന്റെ അവസ്ഥയും വളരെ പരിതാപകരമായിരിക്കും. അതുകൊണ്ട് ഇടപെട്ട് ആ ഒരു കുഞ്ഞിനെ ഇയാളുടെ കയ്യിലേക്ക് മേടിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. കുഞ്ഞിനെ തിരിച്ചു കൊടുക്കുന്നതായിരിക്കും കൂടുതലും ബെറ്റർ. കാരണം ഇവരെ കൂടെ ഇനി കുഞ്ഞിന് സുരക്ഷിതത്വം ഉണ്ടാകുമോ ഇല്ലെന്നൊന്നും ഇനി അറിയത്തില്ല. പിന്നെ കൂടുതലും അമ്മമാരോടാണ് സുരക്ഷിതത്വം എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തുവിടുന്നത്. അപ്പൊ അങ്ങനെ കൊടുത്തുവിടുന്ന ആൾക്കാരുടെ പ്രശ്നം. പക്ഷെ ഇതുപോലെ പോകുന്ന ആൾക്കാരുടെ കയ്യിൽ കൊടുത്തുവിടുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ തിരികെ കിട്ടട്ടെ എന്ന് നമുക്ക് ഇനി പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു 3 മക്കളുടെ തന്തായിട്ടുള്ള ആ ഒരു മനുഷ്യന്റെ കൂടെ പോയതിന് ഒരിക്കലും യോജിക്കാനോ അംഗീകരിക്കാനോ പറ്റാത്തൊരു കാര്യമാണ്. ആ ഒരു ഭർത്താവിനെ വഞ്ചിക്കുകയുണ്ടായി. 2 വർഷക്കാലത്തോളം ഇയാളുടെ കൂടെ നിന്നിട്ട് അയാളുടെ ചെലവിൽ ഇരുന്നിട്ടാണ് വഞ്ചിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര വൃത്തികെട്ടൊരു ക്യാരക്ടറാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നിങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ നിനക്ക് ആ ഒരു കുഞ്ഞിനെ ആ വീട്ടുകാരെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്വന്തം ഇഷ്ടത്തിന് പോയി ജീവിക്കാം. ഇതിപ്പോ ആ ഒരു വീട്ടുകാരുടെ കണ്ണുനീര്, ആ ഒരു 3 മക്കളുടെ കണ്ണുനീര് ഒക്കെ നിൽക്കുകയാണ്. ആ 3 മക്കൾ തന്റെ അച്ഛനെ കാത്തിരിക്കുന്ന ആ ഒരു സമയത്ത് വേറൊരു സ്ത്രീയുടെ കൂടെ ഇറങ്ങിപ്പോകുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കുള്ളൊരു എന്താ ഒരു നാണക്കേട് ആലോചിച്ച് നോക്കിയേ. ആ ഒരു 3 മക്കളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മൊത്തത്തിൽ 2 കുടുംബത്തെ തകർത്തിരിക്കുന്നു. ആ ഒരു കുഞ്ഞിന്റെ ജീവിതം തകർത്തിരിക്കുന്നു. ആ ഒരു കുഞ്ഞിനെ ആ ഒരു അച്ഛനെ ഏൽപ്പിക്കാണ്ട് ആ ഒരു മൊബൈൽ ഷോപ്പുകാരൻ്റെ കൂടെ പോയപ്പോഴത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. എന്താ ഇതിനൊക്കെ അർത്ഥം? പക്ഷെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ഇല്ല. പക്ഷെ ചില കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ കാണുമായിരിക്കാം, ഇല്ല നമുക്ക് ഒരിക്കലും പറയാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും ഇങ്ങനത്തെ കാര്യങ്ങളോട് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല. പോകുന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോവാം, അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞിന് വേണ്ടപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് സുഖമായിട്ട് പോകും. ആരും ഒന്നും പറയാൻ പോകുന്നില്ലല്ലോ. 13 പവൻ സ്വർണം കൂടി എടുത്തോണ്ട് പോകാൻ പറ്റിയ ആ ഒരു മനസ്സ് സമ്മതിച്ചു കൊടുക്കണം. കാരണം ഇനി ആ ഒരു പൈസ എത്ര കാലം വരെ ഉണ്ടാവോ അതുവരെ ഉണ്ടാവുള്ളൂ സ്നേഹം. ഈ ഒരു സ്വന്തം ഭാര്യയും 3 മക്കളെയും, അതും സ്വന്തം രക്തത്തിൽ പറഞ്ഞ 3 മക്കളെ ഉപേക്ഷിച്ച് പോയ ഒരു മനുഷ്യന്റെ കൂടെ പോകുന്ന ആ മനുഷ്യൻ ഈ ഒരു കുഞ്ഞിനെയും ഷഹല എന്ന് പറയുന്ന വ്യക്തിയും ഉപേക്ഷിക്കാൻ അധികം താമസമില്ല. ആ ഒരു 3 കുട്ടികളുടെ കാര്യം ആലോചിക്കുക. ആ ഒരു 7 വയസ്സായ കുട്ടിയുടെ ആ ഒരു ഭാവി എന്താകുമെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്.